നീറ്റ് 2026 ക്യാൻസൽ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു 680 മാർക്ക് ഉണ്ടായിരുന്നു, 690 മാർക്ക് ഉണ്ടായിരുന്നു, ഇനിയൊരു നീറ്റും കൂടെ എഴുതാൻ അവർ തയ്യാറല്ല എന്നുള്ളത്. എൻ ടി എൻ്റെ കൈവകേടിനെ ഒരിക്കലും പറഞ്ഞാലും തീരൂല. ഷെയിം ഓൺ എൻ ടി എ. പക്ഷേ ഈ വർഷം ഈ പേപ്പർ ലീക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്രത്തോളം റാങ്കിൽ ഇൻഫ്ലേഷൻ വരും. നമ്മളിപ്പോഴും നല്ല സ്കോർ എന്ന് വിചാരിച്ചിരിക്കുന്ന മാർക്കിനൊക്കെ എവിടെയായിരിക്കും റാങ്ക് വരിക? ഒരു പക്ഷേ അഡ്മിഷൻ പോലും കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിലോ? ഈ നീറ്റ് അല്ലെങ്കിൽ എക്സാം എന്ന എൻ ടിയുടെ തീരുമാനം കുറച്ചും കൂടെ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മനസ്സിൽ തെറി വിളിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ വാട്ട് ഇഫ് ദിസ് ഇസ് എ സെക്കൻഡ് ചാൻസ് ഫോർ യു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രീം കോളേജിലേക്ക് എത്താനുള്ള ഒരു ചാൻസ്. ഓൾറെഡി നല്ല സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഇനി എനിക്ക് വയ്യ, നീറ്റ് എഴുതാൻ വയ്യാന്ന് വെച്ച് ക്വിറ്റ് ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു അവസരമായിരിക്കാം. മാർക്ക് പോകട്ടെ, ചിലപ്പോൾ നീറ്റ് എക്സാം ടഫ് ആവാം, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിനേക്കാളും നല്ലൊരു റാങ്ക് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും തിന്നുമ്പോഴൊക്കെ നമ്മൾ ഓരോ ഇക്വേഷൻസ് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു 3-4 ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ, ഇപ്പോൾ മെയ് 3 കഴിഞ്ഞ് മെയ് 12 ഒക്കെ ആയപ്പോഴേക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിന്ന് തോന്നുന്നുണ്ടാവും. ഡോണ്ട് വറി, നിങ്ങൾ ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയുള്ള ദിവസം നിങ്ങളൊന്ന് പൊടി തട്ടിയെടുത്താൽ, നിങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും ഓർമ്മ ഉണ്ടാവും, നിങ്ങളുടെ ബയോളജിയിലെ എല്ലാ ടേംസും ഓർമ്മ ഉണ്ടാവും. നല്ല പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഇത് കുറച്ചും കൂടെ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു ചാൻസ് ആണെന്ന് വിചാരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് മൂവ് ഓൺ. യു ഗൈസ് ആർ സ്ട്രോങ് ആൻഡ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.